ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, ഓശാനയുടെ സുന്ദര സുദിനമാണിന്ന്. നാം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടം. ഈ ദിനം ആരംഭിക്കുന്നത് സൈത്തിൻ ചില്ലകളും ആർപ്പുവിളികളുമായിട്ടാണ്. ജൈവിളികളാണ് ചുറ്റും. വിജയശ്രീലാളിതനായ ഒരു രാജാവ് തൻ്റെ സിംഹാസനത്തിലേക്ക് തിരികെ വരുന്ന ആ ആഘോഷത്തിൻ്റെയും ആർപ്പുവിളിയുടെയും ഒരു പ്രകടനമാണ് ഓശാന നമ്മുടെ മുമ്പിൽ നൽകുന്ന ആ ഭാവന. എന്നാൽ യഥാർത്ഥത്തിൽ ഈശോ പ്രവേശിക്കുന്നത് പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റേതുമായ ഒരു വിജയത്തിലേക്കാണ്. ഒരു വൈരുദ്ധ്യം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈശോയ്ക്ക് ഓശാന വിളിച്ച ജനക്കൂട്ടം അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുന്ന ഒരു ദിനം അധികം അകലെയല്ല. ഓശാന കർത്താവെ രക്ഷിക്കണമേ എന്നുള്ള നിലവിളിയാണ്. എന്നാൽ അവൻ രക്ഷയുടെ വഴിയിലേക്ക് കടക്കുമ്പോൾ അവനെ ക്രൂശിക്കുക എന്നുള്ള ആക്രോശമാണ് നാം കേൾക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയതയെ, നമ്മുടെ സഭാജീവിതത്തെ, നമ്മുടെ കുടുംബ ജീവിതത്തെയൊക്കെ ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഈ ഓശാന തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ബാഹ്യമായി ഈ ആർപ്പുവിളികളും ആരവങ്ങളും നമ്മുടെ വിശ്വാസ ജീവിതത്തെയും ആത്മീയതയെയും തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. നമ്മുടെ ആർപ്പുവിളികളും നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ അമ്പ് പെരുന്നാളും നമ്മുടെ വളാഘോഷങ്ങളുമെല്ലാം വെറുമൊരു സാമൂഹിക ആഘോഷമായിട്ട് അധപ്പതിച്ചു പോകുന്നുണ്ടോ? ഇന്ന് രാവിലെ എൻ്റെ അടുക്കൽ ഒരു സഹോദരി വന്ന് പറഞ്ഞു, പിതാവേ, ഈ അങ്ങാടി അമ്പ് എന്തുമാത്രം വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പല ഇടവകകളിലും അങ്ങാടിയമ്പുണ്ട്. എന്നാൽ ഈ അങ്ങാടിയമ്പ് ഒരു സമൂഹത്തിൻ്റെ അങ്ങാടിയിലെ ആഘോഷമായിട്ട് തീരുകയും ആ ആഘോഷങ്ങളിൽ കടന്നു വരുന്ന ബൊമ്മക്കലുവും മറ്റ് പല വിധത്തിലുള്ള നൃത്തവാദ്യങ്ങളുമെല്ലാം അതിൻ്റെ ഇടയിൽ എവിടെയോ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് കഴിയുന്ന ആ വിശുദ്ധൻ്റെ രൂപം, ഒരുപക്ഷെ രക്ഷയുടെ പ്രതീകങ്ങൾ, അങ്ങനെയുള്ള ഒരാഘോഷമായിട്ട് നമ്മൾ മാറുകയാണ്. നാം വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ തന്നെ ആഘോഷങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ആഘോഷങ്ങളും തിരുനാളുകളും രക്ഷയുടെ ആഘോഷങ്ങളും തിരുനാളുകളും ആകേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിനയാന്വിതനായ ഒരു രക്ഷകനെ ഒരു പക്ഷേ ഇന്ന് വലിയ മാർക്കറ്റില്ലാതായിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ മുമ്പിൽ സഹനങ്ങൾ ഏറ്റെടുക്കുന്നവനെ മാറ്റി നിർത്തി ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന പത്രോസുമാരുടെ ഒരു സംസ്കാരം നമ്മുടെ ചുറ്റും വളർന്നുകൊണ്ടിരിക്കുകയാണ്. പരാജയത്തിൻ്റെ, പരിഹാസത്തിൻ്റെ അടയാളമായ കുരിശ് അതവൻ ഏറ്റെടുത്തത് അതൊരു പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായി എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു വലിയ ആപത്തിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നുണ്ട്. കമേഴ്സ്യലൈസേഷൻ ഓഫ് സ്പിരിച്വാലിറ്റി.
നമ്മളുടെ ആത്മീയതയും ആത്മീയ ആഘോഷങ്ങൾ പോലും കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുകയാണ്. കമ്പോളത്തിൻ്റെ, മാർക്കറ്റിൻ്റെ ചില ചോദ്യങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. എന്ത് കിട്ടും എന്ന് ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംസ്കാരമാണത്. നമ്മുടെ ആഘോഷങ്ങളിൽ നിന്ന് എന്ത് കിട്ടും, എന്ത് മെച്ചം, എന്ത് സന്തോഷം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. നമ്മൾ ആത്മീയതയുടെ, ക്രിസ്തു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആത്മീയതയിൽ നിന്ന് വളരെയേറെ അകന്നു പോകുന്നു എന്നുള്ളൊരു ഭയപ്പാട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം. ക്രിസ്തുവില്ലാത്ത ആഘോഷങ്ങൾ കടന്നു വരുമ്പോൾ പിന്നെ അവിടെ ഈ ലോകത്തിൻ്റെ നിയമങ്ങളാണ് ഭരിക്കുന്നത്. അവിടെ തമ്പുരാന് പകരം കുറെ കൂടെ എമ്പുരാനായിരിക്കും നമ്മയൊക്കെ ആകർഷിക്കുന്ന വലിയ ഒരു ട്രെൻഡ്. ദൈവപുത്രന് തന്നെ തെറ്റുപറ്റുന്നു എന്ന് ചിന്തിക്കാൻ ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമയിൽ അങ്ങനെയുള്ളൊരു ഡയലോഗാണുള്ളത്. ദൈവപുത്രന് തെറ്റുപറ്റുമ്പോൾ പിന്നെ പിശാചിനെയല്ലാതെ ആരെ നമുക്ക് ആശ്രയിക്കാം? അതുകൊണ്ട് അവർ ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ എന്ന് പറയുമ്പോൾ തിയേറ്ററിലിരുന്ന് കൈകൊട്ടുന്നവരിൽ, ആർത്തട്ടഹസിക്കുന്നവരിൽ നമ്മുടെ വിശ്വാസ സമൂഹം ഉണ്ട് എന്നുള്ളത് വേദനിപ്പിക്കുന്നില്ലേ? ഏത് വിശ്വാസമായിക്കൊള്ളട്ടെ, ഏത് ചിന്തകൾ പിന്തുടരുന്നവരാകട്ടെ, ആത്മീയത വികലമായി മാറിപ്പോകുകയും ആ വികലമായ ആത്മീയതയെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മുടെ ഇടയിൽ ഉടലെടുക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിയുന്ന തമോഗർത്തത്തിലെ പൂവിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന സംസ്കാരങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. അതുകൊണ്ട് ഓശാനയുടെ ബാഹ്യമായ ഈ ആഘോഷങ്ങളിൽ മാത്രം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയിടുമ്പോൾ നാം എത്തിച്ചേരുന്ന ശൂന്യതയെ, അതിനെ ഫില്ല് ചെയ്യാനായിട്ട്, അതിനെ നിറയ്ക്കാനായിട്ട് ചുറ്റും നിൽക്കുന്ന തിന്മയുടെ ശക്തികളെ, ലൗകായികതയുടെ ആ അധികാരത്തെ തിരിച്ചറിയുവാൻ നമുക്കെല്ലാവർക്കും ഈ ഓശാന ദിവസം സാധിക്കട്ടെ. ഓശാന ആഘോഷങ്ങൾ അത് സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള വിളിയാണെന്നും അത് അവന് വേണ്ടി അവഹേളനവും തുപ്പും ആട്ടും എല്ലാം ഏറ്റെടുക്കാനും എനിക്ക് വേണ്ടി സ്വന്തം രക്തം പോലും നൽകി, ജീവൻ നൽകി എന്നെ രക്ഷിച്ച തമ്പുരാൻ്റെ ആ കൃപയ്ക്ക് കൃതജ്ഞതയർപ്പിക്കാനുള്ളതാണെന്നും അവന് വേണ്ടി മരിക്കാൻ, വേണ്ടി വന്നാൽ മരിക്കാനും തയ്യാറാണ് എന്നും ഏറ്റുപറയുന്ന ഒരു ഓശാന വിളികളാകട്ടെ ഇന്നത്തെ ദിവസം നമ്മിൽ നിന്നും പുറപ്പെടുന്നത്. ഈ ഒരു സംസ്കാരം ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ബഹുഭൂരിപക്ഷം സംസ്കാരത്തിന് ഒരു എതിർ സംസ്കാരമായിരിക്കാം. അതൊരുപക്ഷെ ഒരു ചെറിയ ന്യൂനപക്ഷമായിരിക്കാം. കർത്താവ് സഭയെ നോക്കി മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ചെറിയ അജഗണമേ, ചെറുത് മതി. പക്ഷെ കർത്താവിനെ, അവൻ്റെ രക്ഷയുടെ അനുഭവത്തെ തിരിച്ചറിഞ്ഞവരുടെ ഒരു പെസഹ അനുഭവമായിട്ട് ഇന്ന് ആരംഭിക്കുന്ന ഓശാനയും ഓശാനയെ തുടർന്ന് വരുന്ന വിശുദ്ധ വാരവും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കേവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.